കാർഷിക വാർത്തകൾ. പൈനാപ്പിൾ വില കുത്തനെ ഇടിയുന്നു. ഒരു മാസം മുൻപ് കിലോയ്ക്ക് 60 രൂപ വിലയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 30 മുതൽ 33 രൂപ വരെയാണ് കർഷകന് ലഭിക്കുന്നത്. കിട്ടുന്ന വില പണിക്കൂലിക്ക് പോലും തികയുന്നില്ലെന്ന് കർഷകർ പറയുന്നു. സംസ്ഥാനത്തെ പൈനാപ്പിൾ കർഷകർ പ്രതിസന്ധിയിലാണ്. പൈനാപ്പിളിന് വില കുത്തനെ ഇടിഞ്ഞു. ഒരു മാസം മുൻപ് കിലോയ്ക്ക് 60 രൂപ വിലയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 30 മുതൽ 33 രൂപ വരെയാണ് കർഷകന് ലഭിക്കുന്നത്. കുറഞ്ഞത് അരലോടെങ്കിലും നൽകിയാൽ മാത്രമാണ് കിലോയ്ക്ക് ഈ വില ലഭിക്കുക. പഴുത്തതിനാണ് ഈ വില ലഭിക്കുന്നത്. വിളഞ്ഞ പച്ച പൈനാപ്പിളിന് കിലോയ്ക്ക് 30 രൂപയിൽ താഴെയാണ് വില. ചെറിയ കഷണങ്ങളാക്കി മുളകുപൊടിയും മസാലയും ചേർത്ത് കേരളത്തിന് വെളിയിലെ വിൽപ്പനക്കായാണ് ഇവ കൊണ്ടുപോകുന്നത്. പൈനാപ്പിൾ കൃഷിക്ക് ഒരേക്കറിന് വിളവെടുപ്പ് വരെ 4 ലക്ഷം രൂപയാണ് കർഷകന് ചെലവാകുന്നത്. സ്ഥലം പാട്ടത്തിനെടുത്താണ് ചെറുകിട കർഷകർ പലരും കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ കിട്ടുന്ന വില പണിക്കൂലിക്ക് പോലും തികയുന്നില്ലെന്ന് കർഷകർ പറയുന്നു. കിലോയ്ക്ക് 50 രൂപയെങ്കിലും കിട്ടിയാലേ നഷ്ടമില്ലാതെ പോകാൻ കഴിയൂ എന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പൈനാപ്പിളിന്റെ കയറ്റുമതി കുറഞ്ഞതും തിരിച്ചടിയായി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേരളത്തെ പോഷകാഹാര കലവറയാക്കാൻ മില്ലറ്റ് വില്ലേജ് പദ്ധതിയുമായി കൃഷി വകുപ്പ്. തദ്ദേശീയമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമങ്ങളെ നൂതന കൃഷി രീതിയിലൂടെ അന്താരാഷ്ട്ര നിലവാരമുള്ള മില്ലറ്റ് ധാന്യങ്ങളുടെ ഉൽപാദന കേന്ദ്രമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അട്ടപ്പാടി മാതൃകയിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മില്ലറ്റ് വില്ലേജ് പദ്ധതി. കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ ചെറുധാന്യ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിയതോടെ വരുന്ന സീസൺ മുതൽ കേരളത്തെ മില്ലറ്റ് ധാന്യകൃഷിയുടെ കേന്ദ്രമാക്കാനാണ് നീക്കം. കേരളത്തിന്റെ പരമ്പരാഗതമായ അരി ആഹാരത്തിൽ നിന്ന് മില്ലറ്റ് ധാന്യങ്ങൾ അടക്കമുള്ള ന്യൂജൻ ആഹാരശൈലിയിലേക്ക് പുതുതലമുറ മാറുകയും ഇവയ്ക്ക് ഡിമാൻഡ് കൂടുകയും ചെയ്ത സാഹചര്യത്തിൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം കർഷകർക്ക് സാമ്പത്തിക അഭിവൃദ്ധി നേടാനും പദ്ധതി പ്രയോജനപ്പെടും. ആലപ്പുഴയിൽ വള്ളിക്കുന്നം, കായംകുളം, പത്തിയൂർ, ചേർത്തല മേഖലകളെ മില്ലറ്റ് ഗ്രാമങ്ങളാക്കി മാറ്റും. റാഗി, ചാമ, തിന, ബജ്ര, മണിച്ചോളം, പനിവരക്, ബ്രൗൺ ടോപ്പ്, കുതിരവാലി, വരക് എന്നിങ്ങനെ 9 ചെറുധാന്യങ്ങളാണ് കൃഷി ചെയ്യുന്നത്. മണിച്ചോളം, ബജ്ര, റാഗി എന്നിവയെ മേജർ മില്ലറ്റുകളായും ബാക്കിയുള്ളവയെ മൈനർ മില്ലറ്റുകളുമായാണ് കണക്കാക്കുന്നത്. പരമ്പരാഗത കൃഷികളായ നെല്ലിനും എള്ളിനും പുറമെ അത്രയൊന്നും പരിചരണം ആവശ്യമില്ലാത്ത മില്ലറ്റ് കൃഷിയെ രോഗബാധയോ കീടശല്യമോ ബാധിക്കില്ല. ചുരുങ്ങിയ ചെലവിൽ ചെറിയ ഇടവേളകളിൽ കൃഷി ഇറക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. കേരളത്തിൽ മില്ലറ്റ് കൃഷിയുടെ തുടക്കം അട്ടപ്പാടിയിലായിരുന്നു. 2017 അട്ടപ്പാടി മേഖലയിൽ 150 ഏക്കറോളമായിരുന്നു മില്ലറ്റ് കൃഷി. എന്നാൽ ഇപ്പോൾ ഒരു സീസണിൽ 2500 ഏക്കറോളം മില്ലറ്റ് കൃഷി ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.